ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ കുറിച്ചാണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് എടുത്തത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ലിമിറ്റേഷൻസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, പല കാര്യങ്ങളും നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഒരു ലോ എന്താണെന്നും അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൺസെപ്റ്റും പ്രോബ്ലംസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ തെർമൽ എനർജി റിസർവർ എന്താണെന്ന് നോക്കാം. എ ലാർജ് ബോഡി ഓഫ് ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് അബ്സോർബിംഗ് ഓർ റിജക്റ്റിംഗ് an unlimited quantity of heat without undergoing any change in thermodynamic property is called thermal energy reservoir. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. സപ്പോസ് എനിക്കൊരു റെഫ്രിജറേറ്റഡ് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഈ ഒരു സ്പേസിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ്ങിലുള്ള ടെമ്പറേച്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കണം. അപ്പോൾ എനിക്ക് എന്ത് വേണം, ഇവിടുന്ന് സം എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യണം, പുറത്തേക്ക് റിജക്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണല്ലോ ഈ ഒരു റെഫ്രിജറേറ്റർ സ്പേസിൽ ലോവർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് റിജക്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ കാരണം സറൗണ്ടിങ്ങിലുള്ള എയറിനോ അല്ലെങ്കിൽ മീഡിയത്തിനോ എന്തെങ്കിലും ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതായിട്ട് ചെയ്യുമോ? ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് കളയുന്ന ഹീറ്റ് കാരണം എന്താണ്, സറൗണ്ടിങ്ങിലെ ടെമ്പറേച്ചറിന് യാതൊരു റൈസും ഉണ്ടാകാറില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, വീട്ടിലുള്ള ഫ്രിഡ്ജ് കാരണം പുറത്ത് അതായത് നമ്മളെ റൂമിലോ അല്ലെങ്കിൽ എവിടെ ഫ്രിഡ്ജ് വെച്ചെന്ന് വെച്ചാൽ അവിടെയുള്ള ടെമ്പറേച്ചർ കൂടാറുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മാൾസിൻ്റെയും അതുപോലെ തന്നെ വലിയ വലിയ സെൻട്രലൈസ്ഡ് എ സി വെച്ചിരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളുടെ ഒന്നും തന്നെ പുറത്തു കൂടെ നടക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്, അവിടുന്ന് റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് എല്ലാം തന്നെ പുറത്തേക്ക് ഡെലിവറി ചെയ്യാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ കൂടുന്നില്ല. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ കൂടാത്തത് എന്തുകൊണ്ടാണ്? കാരണം ആ ഒരു എയർ തെർമൽ റിസർവോയർ ആയതുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കിക്കോളാം. ഓക്കെ, കാരണം എന്താണ്, എയറിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇനി ആ ഒരു ഡെഫിനിഷൻ നോക്കാം. എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ആ ഒരു എയറിനെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എയർ എന്താണ്, എയർ ലാർജ് ക്വാണ്ടിറ്റി ഉണ്ട്, അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ 1°C ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫിനിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് സറൗണ്ടിങ്ങിലേക്ക് റിജക്റ്റ് ചെയ്താൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ എന്ന് അറിഞ്ഞിരിക്കാം. ഇനി അതിൻ്റെ പ്രത്യേകത എന്താ നോക്കാം. അതായത് എയറിൻ്റെ പ്രത്യേകത വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് അബ്സോർബിംഗ് ഓർ റിജക്റ്റിംഗ് ആൻ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് വിത്തൗട്ട് അണ്ടർഗോയിങ് എനി ചേഞ്ച് ഇൻ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് കോൾഡ് തെർമൽ റിസർവോയർ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറഞ്ഞതാണ്, അത് അബ്സോർബ് ചെയ്യാനാണെങ്കിലും അത് അബ്സോർബും ചെയ്യും, അതുപോലെ റിജക്റ്റും ചെയ്യും അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് വിത്തൗട്ട് അണ്ടർഗോയിങ് എനി ചേഞ്ച് ഇൻ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എയറിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ സാധിക്കും, അതുപോലെ റിജക്റ്റ് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ടെമ്പറേച്ചർ കൂടാതെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ബോഡീസിനാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം, തെർമൽ എനർജി റിസർവർ ഓർ സിംപ്ലി റിസർവർ എന്നും പറയാം. ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഇത് എല്ലാ കേസിലും പല എക്സാമ്പിൾസും ഉണ്ട്. അതായത് നമ്മൾ ഈ വെഹിക്കിൾസിൻ്റെ ഒക്കെ കേസ് എടുക്കാം. നമ്മളിപ്പം ബസ്സിൽ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ബസ് പോകുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് ആ ഒരു ബസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്ന് വെച്ചിട്ട് നമുക്ക് ആ ബസ്സിൻ്റെ ഉള്ളിൽ ആ ഹീറ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്, ആ ബസ്സിൽ നിന്ന് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് സറൗണ്ടിങ് എയറിലേക്കാണ്. അതൊരു തെർമൽ റിസർവോയർ ആണ്, അത് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ടെമ്പറേച്ചർ കൂടാതെ. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരുന്നു അവസ്ഥ, നിങ്ങൾക്കറിയാം എക്സോസ്റ്റിൽ എത്രത്തോളം ടെമ്പറേച്ചർ ആയിരിക്കും എക്സോസ്റ്റ് ഗ്യാസസിന് ഉണ്ടാവുക എന്നുള്ളത്. സോ അത് നമുക്ക് ഫീൽ ചെയ്തത് എന്തുകൊണ്ടാണ്, ഈ ഒരു എയർ തെർമൽ റിസർവോയർ ആയതുകൊണ്ടാണ്. ഇനി എയർ മാത്രമല്ല, തെർമൽ റിസർവോയർ പല പവർ പ്ലാന്റുകളും റിവേഴ്സും അതുപോലെ ലേക്സും ഒക്കെ തന്നെ ഈ ഒരു തെർമൽ റിസർവോയർ ആണ് എന്ന് അറിഞ്ഞിരിക്കാം. ഓൾറൈറ്റ്, ഹീറ്റ് എൻജിൻസ് നിങ്ങൾക്ക് എക്സാമിന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹീറ്റ് എൻജിൻസ് എന്ന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ന്യൂമറിക്കൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊള്ളാം. സോ ആദ്യം എന്താണ് ഹീറ്റ് എൻജിൻ നോക്കാം. എ ഹീറ്റ് എൻജിൻ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് മാക്സിമം വർക്ക് ട്രാൻസ്ഫർ ഫ്രം എ ഗിവൺ പോസിറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, ഓർ നമുക്ക് വേണമെങ്കിൽ പറയാം ഹീറ്റ് എനർജിയെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഡിവൈസസിനെയാണ് നമ്മൾ ഹീറ്റ് എൻജിൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഹീറ്റ് എൻജിൻ്റെ ടിപ്പിക്കൽ ഡയഗ്രാം നമുക്ക് നോക്കാം. ഈ ഒരു ഡയഗ്രത്തിലാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ സ്കീമാറ്റിക്കലി ഹീറ്റ് എൻജിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ഹോട്ട് റിസർവോയർ ഉണ്ട്. ഓക്കെ, ഒരു അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ സോഴ്സ് ഉണ്ടെന്ന് കരുതുക. മേ ബി ഈ ഹോട്ട് റിസർവോയറിനെ സോഴ്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയുള്ള രണ്ടും ഒന്നാണെന്നുള്ളത്. ആൻഡ് ഇവിടെ എന്താണ്, കോൾഡ് റിസർവോയർ ഉണ്ട്, ഇല്ലെങ്കിൽ ഇതിന് നമ്മൾ സിങ്ക് എന്ന് പറയുന്നുണ്ടോ, SINK എന്നും പറയാറുണ്ട്. അപ്പം ഈ ഒരു ഹോട്ടും കോൾഡും ഇവിടെ എന്താണ്, ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട് അല്ലേ. സോ ഈ ഒരു ഡെഫിനേഷനിലുള്ള പോസിറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പം
ഈ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് എന്താണ് യൂസ്ഫുൾ വർക്കായിട്ട് നമുക്ക് അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ആൻഡ് അങ്ങനെ അതായത് ഹീറ്റിൽ നിന്നും വർക്ക് ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ എടുക്കുന്ന ഡിവൈസുകളെയാണ് നമ്മൾ എന്ത് പറയാം, ഹീറ്റ് എഞ്ചിൻസ് എന്ന് പറയാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഹോട്ട് റിസർവർ അല്ലെങ്കിൽ സോഴ്സ് നിന്ന് എന്താണ് Q1 ക്വാണ്ടിറ്റി ഓഫ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് എന്താണ് ഈ ഒരു ഹീറ്റ് എഞ്ചിനിലേക്ക് എൻ്റർ ചെയ്യാണ് അല്ലേ. ആൻഡ് ആ ഒരു ഹീറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നു. ഈ W എന്ന് ഉദ്ദേശിച്ചത് വർക്ക് ഔട്ട്പുട്ട് ആണ്. ആൻഡ് റിമൈനിങ് ഹീറ്റ് എന്താണ് നമുക്കറിയാം, ഈ കൊടുക്കുന്ന കംപ്ലീറ്റ് ഹീറ്റ് എന്താണ് ഈ ഒരു ഹീറ്റ് എഞ്ചിന് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. കുറച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് എന്താണ് സറൗണ്ടിങ് അല്ലെങ്കിൽ കോൾഡ് റിസർവറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, റിജക്റ്റ് ചെയ്തേ പറ്റും, ഇല്ലെങ്കിൽ സിങ്കിലേക്ക് റിജക്റ്റ് ചെയ്യുക. ഓക്കെ, കോൾഡ് റിസർവറും സിങ്കും ഒന്നാണെന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഹീറ്റ് എഞ്ചിൻ അക്രോസ് ആയിട്ട് എനർജി ബാലൻസ് ചെയ്താൽ നമുക്ക് എത്രത്തോളം എമൗണ്ട് ഓഫ് വർക്കാണ് ഈ ഹീറ്റ് എഞ്ചിൻ ചെയ്തതെന്ന് കാണാൻ സാധിക്കും. എങ്ങനെയാണ്, ജസ്റ്റ് നമുക്ക് ആ ഒരു അതിലേക്ക് വന്ന ഹീറ്റ് മൈനസ് അതിൽ നിന്ന് പുറത്ത് പോയ ഹീറ്റ് ആയിരിക്കും ഈ ഒരു ഹീറ്റ് എഞ്ചിൻ്റെ വർക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുക. കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹീറ്റ് എഞ്ചിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഹീറ്റ് എഞ്ചിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഒരു ടൂൾ വേണമെന്ന് പറഞ്ഞേ അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഹീറ്റ് എഞ്ചിൻസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ് എന്ത്, തെർമൽ എഫിഷ്യൻസി എന്ന് പറയാം. ഓക്കെ, ഒരു എഞ്ചിൻ്റെ തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. എന്നാൽ മാത്രമേ നമുക്ക് എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് അല്ലെങ്കിൽ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്താൻ സാധിക്കുള്ളൂ. സോ ഈ ഒരു തെർമൽ എഫിഷ്യൻസി രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോസ് ആണ്. സോ എന്തൊക്കെയാണ് രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോ നമുക്ക് നോക്കാം. അപ്പോൾ ഈ തെർമൽ എഫിഷ്യൻസിനെ ഈറ്റ തെർമൽ എന്ന് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ടു ദി ടോട്ടൽ ഹീറ്റ് സപ്ലൈഡ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു എഫിഷ്യൻസി ഓഫ് എ സിസ്റ്റം ഉദ്ദേശിച്ചത് എന്താണ്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് അല്ലേ. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് വർക്ക് ഔട്ട്പുട്ട് ആണ് ഇവിടെ കിട്ടുന്നത്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഹീറ്റ് എഞ്ചിനിലേക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ഹീറ്റാണ് അല്ലേ. അപ്പം ഇവിടെ ഈ ഒരു ഹീറ്റ് എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇവിടുത്തെ വർക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, Q1 മൈനസ് Q2 ആണ് അല്ലേ. ജസ്റ്റ് ഒന്ന് നിങ്ങൾ എനർജി ബാലൻസ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്താം, തെർമൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ ഞാൻ എഴുതുന്നുണ്ട് W നെറ്റ് ബൈ Q1 ആണ് അല്ലേ. അപ്പോൾ ഈ W നെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം, ഇവിടെ W നെറ്റ് ആണ്, നെറ്റ് ഉണ്ടെന്ന് കരുതാം. ഓക്കെ, W നെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Q1 മൈനസ് Q2 ആണ് അല്ലേ, ഹോൾ ഡിവൈഡഡ് ബൈ Q1 ആണ്. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്താം, 1 മൈനസ് Q2 ബൈ Q1. സോ ഇതാണ് എന്ത്, നമ്മളെ തെർമൽ എഫിഷ്യൻസി. ഓക്കെ, തെർമൽ എഫിഷ്യൻസി ഓഫ് എ എന്ത് ഹീറ്റ് എഞ്ചിൻ. കൃത്യമായി തന്നെ മനസ്സിലാക്കും. ഇനി ഫോർ എ റിവേഴ്സിബിൾ എഞ്ചിൻ, പലപ്പോഴും നമുക്ക് റിവേഴ്സിബിൾ എഞ്ചിൻസിൻ്റെ ആയിരിക്കും പഠിക്കേണ്ടാകുക. ഓക്കെ, അല്ലെങ്കിൽ കാർനോട്ട് സൈക്കിൾസിൻ്റെ, അപ്പം അല്ലെങ്കിൽ കാർനോട്ട് എഞ്ചിൻസ്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, 1 മൈനസ് തെർമൽ എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ, എന്നോട് എഴുതി വെക്കുകയാണ്. അതായത് നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്നത് എന്താണ്, തെർമൽ എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ 1 മൈനസ് Q2 ബൈ Q1 ആണ് അല്ലേ. അപ്പം ഈ ഒരു റിവേഴ്സിബിൾ എഞ്ചിൻസ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ കാർനോട്ട് സൈക്കിൾസിന് നമുക്ക് എന്ത് ചെയ്താം, ഈ ഒരു എക്സ്പ്രഷൻ തന്നെ ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1 എഴുതാം. ഓക്കെ, 1 മൈനസ് T2 ബൈ T1 എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് സോ നിങ്ങൾ മനസ്സിലായിക്കോളുക ഇതിൽ ഓരോ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഈ 1 മൈനസ് Q2 ബൈ Q1 എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ Q1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഹീറ്റ് എഞ്ചിനിലേക്ക് വരുന്ന ഹീറ്റ്. Q2 എന്ന് പറഞ്ഞാൽ എന്താണ്, എഞ്ചിൻ നിന്ന് റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ്. ഓക്കെ, അതുപോലെ T2 T1 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോട്ട് റിസർവോറിൻ്റെ ടെമ്പറേച്ചർ ആണ് എന്ത്, T1. ഓക്കെ, T2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു കോൾഡ് റിസർവോറിൻ്റെ ടെമ്പറേച്ചർ ആണ്. കൃത്യമായി തന്നെ മനസ്സിലായിക്കൊള്ളുക. T1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഹോട്ട് റിസർവോറിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹയർ ടെമ്പറേച്ചർ. അതുപോലെ T2 എന്ന് പറഞ്ഞാൽ എന്താണ്, കോൾഡ് റിസർവോറിൻ്റെ ടെമ്പറേച്ചർ. ഓൾ റൈറ്റ്. സോ കാരണം എന്താ വെച്ചാൽ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൾ റൈറ്റ്. ഇനി ഈ ഒരു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് പ്രധാനമായും രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതായത് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിലും ഇതെന്താണ്, ഒരു കോയിൻ്റെ രണ്ട് സൈഡ്സ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. രണ്ടും
ഇന്റർ റിലേറ്റഡ് ആണ്. അത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കും. ഇനി ഇപ്പം നമുക്ക് നോക്കാം എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്, ഇല്ലെങ്കിൽ ഹീറ്റ് എഞ്ചിനുമായിട്ട് ഗവേൺ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. സോ അത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ ഹീറ്റ് എഞ്ചിൻ ടു പ്രൊഡ്യൂസ് നെറ്റ് വർക്ക് ഇൻ എ കംപ്ലീറ്റ് സൈക്കിൾ ഇഫ് ഇറ്റ് എക്സ്ചേഞ്ചസ് ഹീറ്റ് ഓൺലി വിത്ത് ബോഡീസ് അറ്റ് എ സിംഗിൾ ഫിക്സഡ് ടെമ്പറേച്ചർ. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിവിടെ ഒരു ഫിഗർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫിഗറിൽ എന്താണ് ഇതിപ്പം പെർപ്പച്വൽ മോഷൻ മെഷീൻ്റെ ഫിഗറാണ്. എനിവേ നിങ്ങളിതൊരു ഹീറ്റ് എഞ്ചിനായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതൊരു ഹീറ്റ് എഞ്ചിനാണെന്ന് കരുതുക. ആൻഡ് ഇവിടുന്ന് എന്താണ്, ഈ ഹീറ്റ് എഞ്ചിനിലേക്ക് സം എമൗണ്ട് ഓഫ് ഹീറ്റ് വരുന്നുണ്ട്. എന്നാൽ ഇവിടെ നോക്കുക, നിങ്ങൾ ഈ വരുന്ന സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വർക്കായിട്ടും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക ഇതിൻ്റെ എഫിഷ്യൻസി എന്താണെന്ന് നോക്കുക. തെർമൽ എഫിഷ്യൻസി എന്താ വരിക, നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ് അല്ലേ. ക്യൂ ഇൻ ആണ്, ക്യൂ ഇൻപുട്ട്, അതായത് ഹീറ്റ് ഇൻപുട്ട് ആയിട്ട് കൊടുത്തത്. ഇവിടെ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ക്യൂ, അതുപോലെ ഹീറ്റ് സപ്ലൈഡ് എന്താ ക്യൂ. സോ എന്താണ് 100% എഫിഷ്യൻസി. ഈസ് ഇറ്റ് പോസിബിൾ? നോ, ഇത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ ഹീറ്റ് എഞ്ചിൻ ടു പ്രൊഡ്യൂസ് നെറ്റ് വർക്ക് ഇൻ എ കംപ്ലീറ്റ് സൈക്കിൾ ഇഫ് ഇറ്റ് എക്സ്ചേഞ്ചസ് ഹീറ്റ് ഓൺലി വിത്ത് ബോഡീസ് അറ്റ് സിംഗിൾ ഫിക്സഡ് ടെമ്പറേച്ചർ. അതായത് ഇങ്ങനെ ഒരു ഹീറ്റ് എഞ്ചിൻ പോസിബിൾ അല്ല. എത്രയായാലും ഇവിടെ എന്താണ്, സം എമൗണ്ട് ഓഫ് ഹീറ്റ് എന്താണ് കോൾഡ് റിസർവോറിലേക്ക് റിജക്റ്റ് ചെയ്യണം. ഇവിടെ എന്താണ്, യാതൊരു ഹീറ്റും റിജക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഹീറ്റ് എഞ്ചിനാണ്. സോ നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എടുക്കുകയാണ്, പെർപ്പച്വൽ മോഷൻ മെഷീൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. നമ്മൾ PMM1 പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം PMM2 ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ പഠിച്ചോളാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു PMM2 ഈ സ്ലൈഡിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തത്. സോ എന്താണ് പറയുന്നത് നോക്കാം. A machine which can be imagined which would continuously absorb heat from a single thermal reservoir and would convert this heat completely into work. അപ്പോൾ ഞാൻ പറഞ്ഞു പെർപ്പച്വൽ മോഷൻ മെഷീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊക്കെ തന്നെ ഇമാജിനറി അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ മെഷീൻസ് ആണ്. റിയൽ ലൈഫിൽ അങ്ങനത്തെ ഒരു മെഷീൻസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്നാൽ ഐഡിയൽ കേസ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ അതിനെയൊക്കെ കുറിച്ച് പഠിക്കണം ഇല്ലേ, നമ്മൾ കാർബൺ സൈക്കിളൊക്കെ പഠിക്കുന്നത് പോലെ. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കോളാം. ഇവിടെ എന്താണ് ഈ പെർപ്പച്വൽ മോഷൻ മെഷീൻ ഉണ്ടാകാൻ സാധിക്കാത്തത്, കാരണം ഇല്ലെങ്കിൽ പോസിബിൾ ആവുന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു PMM2 എന്താണ്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് വയലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. നമ്മളിപ്പം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വയലേറ്റ് ചെയ്ത്, അതായത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്താണ് കംപ്ലീറ്റ് നമുക്ക് വർക്കായിട്ട് കിട്ടുകയാണ് അതെ അല്ലേ. അപ്പോൾ അത് ഇമ്പോസിബിൾ ആണെന്നാണ് ഇവിടെ പറയുന്നത്. സോ അത് ഇമ്പോസിബിൾ ആയതുകൊണ്ട് തന്നെ PMM2 ഇമ്പോസിബിൾ ആയിരിക്കും. ദി എഫിഷ്യൻസി ഓഫ് സച്ച് മെഷീൻ വുഡ് ബി 100%. സോ നമ്മളിവിടെ ഇപ്പോൾ ഡിറൈവ് ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ എഫിഷ്യൻസി 100% എങ്ങനെ വന്നതെന്നുള്ളത്. ദിസ് മെഷീൻ ഈസ് കോൾഡ് PMM2. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ നിങ്ങൾ കെൽവിൻ പ്ലാങ്കും സ്റ്റേറ്റ് ചെയ്യണം, അതുപോലെ കെൽവിൻ ക്ലോസ് സ്റ്റേറ്റ്മെൻറ്റും സ്റ്റേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം മാർക്ക് അനുസരിച്ച് നിങ്ങൾ എഴുതി വെച്ചോളാം. ചിലപ്പം കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ട് ഹീറ്റ് എഞ്ചിൻ്റെ ഓപ്പറേഷൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കഴിഞ്ഞ സ്ലൈഡിലുള്ള ഫിഗർ വെച്ചിട്ട് ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി കാണുന്നത് വരെ എഴുതി വെച്ചോളാം. ഓൾ റൈറ്റ്. സോ നമുക്ക് നെക്സ്റ്റ് എന്താണ് ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററും എന്നും നമുക്ക് നോക്കാം. അപ്പം ആദ്യം ഒരു ഹീറ്റ് പമ്പ് അഥവാ റെഫ്രിജറേറ്ററിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹീറ്റ് പമ്പ് ആണെങ്കിലും റെഫ്രിജറേറ്റർ ആണെങ്കിലും എന്താണ് സെയിം ഫിഗർ ആയിരിക്കും എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. കാരണം ഇതിൻ്റെ ഒരെൻഡ് മേ ബി നമുക്ക് വേണമെങ്കിൽ ഹീറ്റ് പമ്പായിട്ടും ഒരെൻഡ് എന്താണ് മേ ബി വേണമെങ്കിൽ നമുക്ക് ഒരു റെഫ്രിജറേറ്റർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഹീറ്റ് പമ്പിൻ്റെ നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ, ഹീറ്റ് പമ്പ് ഈസ് എ ഡിവൈസ് ഓപ്പറേറ്റിംഗ് ഇൻ എ സൈക്കിൾ മെയിൻറ്റെയിൻസ് എ ബോഡി ടെമ്പറേച്ചർ ഹയർ ദാൻ ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ്. അതായത് ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ സറൗണ്ടിങ് ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ഹീറ്റ് പമ്പ്സ് യൂസ് ചെയ്യാറ്. സോ അതിൻ്റെ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ഹോട്ട് റിസർവർ. ഓക്കെ, ഹോട്ട് റിസർവർ ഇല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ ഹോട്ട് സ്പേസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ. ഇത് പലപ്പോഴും യൂസ് ചെയ്യുന്നത് വെസ്റ്റേൺ കൺട്രീസിൽ, അതിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വളരെ ഈ കോൾഡ് ക്ലൈമറ്റ് ആകുമ്പോൾ നമുക്ക് എന്താണ് നമ്മളുടെ എയർ കണ്ടീഷൻ യൂസ് ചെയ്യുന്നതിന് പകരം അവിടെ എന്ത് ചെയ്യും, അവിടെ ഹീറ്റ് പമ്പ്സ് യൂസ് ചെയ്യും. പിന്നെ അതുപോലെ പ്രോസസ് ഇൻഡസ്ട്രീസിലൊക്കെ തന്നെ ഈ ഹീറ്റ് പമ്പ്സിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഓപ്പറേഷൻ നടക്കുക എന്നുള്ളത്. സാധാരണ രീതിയിൽ എന്താണ് ഹോട്ട് റിസർവറിന്ന് കോൾഡ് റിസർവറിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാക്കുക അല്ലേ. ഇവിടെ നോക്കുക, ഇവിടുന്ന് എന്താണ് നേരെ തിരിച്ചാണ്, കോൾഡ് റിസർവറിന്ന് ഹോട്ട് റിസർവറിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്താണ് ഒരിക്കലും നമുക്കറിയാം സ്പോണ്ടനിയസ് ആയിട്ട് നടക്കില്ല.
അല്ലേ? കാരണം എന്താണ്, ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിലേക്ക് ഒരിക്കലും സ്പോണ്ടേനിയസ് ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകില്ല. അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സ്റ്റേണലി വർക്ക് കൊടുക്കണം ആ സിസ്റ്റത്തിന്. എന്നാൽ മാത്രമേ തിരിച്ച് സംഭവിക്കുകയുള്ളൂ. അതായത് കോൾഡ് റിസർവറിൽ നിന്ന് ഹോട്ട് റിസർവറിലേക്ക് നമുക്ക് ഹീറ്റ് പമ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ഹീറ്റ് പമ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് ചെയ്യുക? നമുക്കൊരു റീജിയനെ കൂടുതൽ ടെമ്പറേച്ചറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു കോൾഡ് റിസർവറിൽ നിന്ന് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ലോവർ ടെമ്പറേച്ചർ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട്, അല്ലേ? ഇങ്ങനെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് അത് ഹീറ്റ് പമ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ്റ്റേണൽ വർക്ക് കൊടുത്തിട്ടാണ്. ആൻഡ് ആ ഒരു ഹീറ്റ് വർക്ക് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹോട്ട് റിസർവറിലേക്ക് ഹീറ്റ് പമ്പ് ചെയ്ത് വിടും. സോ അതാണ് ഈ ഒരു ഹീറ്റ് പമ്പിൻ്റെ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഹീറ്റ് പമ്പ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. എഫിഷ്യൻ്റ് അല്ല, കൂടുതൽ വർക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. കാരണം എന്താണ്, ഇവിടേക്ക് അതായത് ഈ ഹീറ്റ് പമ്പ് ഡെലിവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റും പിന്നെ നമ്മൾ കൊടുക്കുന്ന വർക്കുമാണ് ഈ ഒരു ഹീറ്റ് പമ്പ് ഡെലിവർ ചെയ്യുന്നത്. അപ്പം നമുക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് ഹീറ്റ് കിട്ടുന്നതാണ്. ഓൾറൈറ്റ്, ഇത് മനസ്സിലാക്കി വെക്കോളാം. പിന്നെ ഈ ഒരു ഹീറ്റ് പമ്പിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ എന്താണ്, കഴിഞ്ഞ കേസിൽ അതായത് ഹീറ്റ് എഞ്ചിൻസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തത് എഫിഷ്യൻസി ആയിരുന്നു. എന്നാൽ ഇവിടെ അതായത് ഹീറ്റ് പമ്പ് അതുപോലെ റെഫ്രിജറേറ്റേഴ്സിൽ നമ്മൾ അതിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ടൂളാണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്, നമ്മളതിനെ COP എന്നാണ് പറയാം. ഓക്കെ, COP ഹീറ്റ് പമ്പ് ആകുമ്പോൾ അങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഹീറ്റ് പമ്പ് എന്നാണ് എഴുതുക. ഓക്കെ, ആൻഡ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ഡിസൈഡ് എഫക്റ്റ്. ഓക്കെ, ഡിസൈഡ് എഫക്റ്റ് നേരത്തെ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ആയിരുന്നു, ഇവിടെ ഡിസൈഡ് എഫക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഡിസൈഡ് എഫക്റ്റ് ബൈ വർക്ക് ഇൻപുട്ട്. അവിടെ കഴിഞ്ഞ കേസിൽ തരുന്ന ഹീറ്റ് എഞ്ചിൻ്റെ കേസിൽ അവിടെ ഹീറ്റ് ഇൻപുട്ട് ആയിരുന്നു, ഇവിടെ വർക്ക് ഇൻപുട്ട് ആയിരുന്നു. എല്ലാം കമ്പയർ ചെയ്തിട്ടുണ്ട് പഠിക്കാം. ഓക്കെ, ഹീറ്റ് എഞ്ചിൻ ഒരു ടൈപ്പും ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററും മറ്റൊരു ടൈപ്പുമായിട്ട് പഠിച്ചോളാം. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഡിസൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഡിസൈഡ് എഫക്റ്റ് എന്നുള്ള ഈ ഒരു ഡിനോമിനേറ്റർ രണ്ട് കേസിലും സെയിം ആയിരിക്കും. റെഫ്രിജറേറ്റർ ആണെങ്കിലും ഹീറ്റ് പമ്പ് ആണെങ്കിലും സെയിം ആയിരിക്കും. നമുക്കിവിടെ ന്യൂമറേറ്റർ ആണ് രണ്ടിൻ്റെ കേസിലും മാറുന്നത്. അപ്പോൾ ഇവിടെ ഡിസൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇവിടുത്തെ ഡിസൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ ഒരു സ്പേസിനെ കൂടുതൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? ഹോട്ട് ടെമ്പറേച്ചറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ അവിടേക്ക് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസൈഡ് എഫക്റ്റ്, അല്ലേ? ഹീറ്റ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഡിസൈഡ് എഫക്റ്റ്. സോ ഇവിടെ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഇവിടെ Q1 എമൗണ്ട് ഓഫ് ഹീറ്റാണ് സപ്ലൈ ചെയ്യുന്നത്, അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്താം? ഡിസൈഡ് എഫക്റ്റ് എന്താണ്? Q1, അല്ലേ? Q1 ഈക്വൽ ടു, അതുപോലെ Q1 ഈക്വൽ ടു എന്താണ്? Q2 പ്ലസ് W എന്നുള്ള ഈ ഒരു എനർജി ബാലൻസും കൂടെ അറിഞ്ഞിരിക്കാം. ഓക്കെ, Q1 ബൈ വർക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് യൂഷ്വൽ W ആണ്. ഓൾറൈറ്റ്, സോ ഡിവൈഡഡ് ബൈ W. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പ്രഷന് W ഈക്വൽ ടു Q1 മൈനസ് Q2 എന്ന് എഴുതിക്കൂടെ? ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് എന്ത് ചെയ്താം? COP ഓഫ് ഹീറ്റ് പമ്പ് ഈക്വൽ ടു എന്താണ്? Q1 എന്ന് പറഞ്ഞാൽ Q1, ഓക്കെ, Q1 ഡിവൈഡഡ് ബൈ W എന്ന് പറഞ്ഞാൽ Q1 മൈനസ് Q2. ഓക്കെ, Q1 മൈനസ് Q2 ഇങ്ങനെ എനിക്ക് മാറ്റി എഴുതാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. ഇനി ഇതൊരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? T1 ബൈ T1 മൈനസ് T2 എന്നും എഴുതാം. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊള്ളാം. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി, റെഫ്രിജറേറ്ററിൻ്റെ ഓപ്പറേഷനും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. സോ എന്താണെന്ന് നമുക്കത് നോക്കാം, റെഫ്രിജറേറ്റർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം എന്താണ് റെഫ്രിജറേറ്റർ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഡിവൈസ് ഓപ്പറേറ്റിംഗ് ഇൻ എ സൈക്കിൾ മെയിൻറ്റെയിൻ എ ടെമ്പറേച്ചർ ലോവർ ദാൻ ദറ്റ് ഓഫ് സറൗണ്ടിങ്സ്. അതായത് നമുക്കൊരു സ്പേസിനെ സറൗണ്ടിങ്ങിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് റെഫ്രിജറേറ്ററിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് എവിടെയാണ് റെഫ്രിജറേറ്റർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരിക? ഈ കോൾഡ് റിസർവർ, അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് പോയാലാണ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, റെഫ്രിജറേറ്ററിൻ്റെ ഫംഗ്ഷൻ, അല്ലേ? അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ COP കാണുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഈ ഒരു ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. കാരണം വർക്ക് ഇൻപുട്ട് രണ്ട് കേസിലും സെയിം ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെഫ്രിജറേറ്ററിൻ്റെ COP കാണാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, COP ഓഫ് റെഫ്രിജറേറ്റർ, COP ഓഫ് റെഫ്രിജറേറ്റർ. നമ്മൾ റെഫ്രിജറേറ്ററിനെ REF വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെയും ഞാൻ വീണ്ടും എഴുതി വെക്കുന്നില്ല, ഡിസൈഡ് എഫക്റ്റ് ബൈ വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതാം, കാരണം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ. ഡിസൈഡ് എഫക്റ്റ് ബൈ വർക്ക് ഇൻപുട്ട് സെയിം ഇക്വേഷൻ തന്നെയാണ്.
പക്ഷേ ഇവിടെ എന്ത് മാറ്റം വരും? ഡിസൈഡ് എഫക്റ്റ് ഇവിടെ എന്തായിട്ട് മാറും? അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഡിസൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ ഒരു കോൾഡ് റിസർവറിന് ഹീറ്റ് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഡിസൈഡ് എഫക്റ്റ് അല്ലേ? ഇതാണ് അപ്പം നമ്മുടെ ഡിസൈഡ് എഫക്റ്റ്. എന്ത്? Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഡിസൈഡ് എഫക്റ്റ്. മനസ്സിലാക്കുക. ഓക്കെ, കാരണം ഇത് മനസ്സിലായത് നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്നാൽ ഒരു ഹീറ്റ് പമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡിസൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രത്തോളം ഹീറ്റ് ഡെലിവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഡിസൈഡ് എഫക്റ്റ്. എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ത്? ഒരു റെഫ്രിജറേറ്ററിനെ സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ ഡിസൈഡ് എഫക്റ്റ്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഡിസൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ Q2 അല്ലേ? Q2 ബൈ വർക്ക് ഇൻപുട്ട് പറഞ്ഞാൽ W ആണ്. ആൻഡ് നെക്സ്റ്റ് ഞാൻ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ Q2 ബൈ ഈ വർക്കിന് ഞാൻ പറഞ്ഞ 2 കേസിനും വർക്ക് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ എന്ത് വരും? Q1 മൈനസ് Q2 എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു ചെറിയൊരു ഓപ്പറേഷൻ ചെയ്യാണ്. അതായത് COP ഓഫ് ഹീറ്റ് പമ്പ്. ഓക്കെ, COP ഓഫ് ഹീറ്റ് പമ്പ് മൈനസ് COP ഓഫ് റെഫ്രിജറേറ്റർ. ഇതിൻ്റെ വാല്യൂ എത്ര വരിക നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ COP ഓഫ് ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ Q1 ബൈ Q1 മൈനസ് Q2 ആണ്. അതുപോലെ COP ഓഫ് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? Q2 ബൈ Q1 മൈനസ് Q2 ആണ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും നോക്കാം. ആൻഡ് ദാറ്റ് ഈസ് ഇക്വൽ ടു എന്താണ്? Q1 ബൈ Q1 മൈനസ് Q2 ആണ് മൈനസ് Q2 ബൈ Q1 മൈനസ് Q2 ആണ്. ആൻഡ് ഇത് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 1 കിട്ടും. ഓൾറൈറ്റ്, അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ ഒരു എക്സ്പ്രഷൻ കൂടെ അറിഞ്ഞിരിക്കുക. COP ഓഫ് ഹീറ്റ് പമ്പ് മൈനസ് COP ഓഫ് റെഫ്രിജറേറ്റർ ഈക്വൽ ടു 1 എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതിൽ നിന്നും കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്? COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ COP ഓഫ് റെഫ്രിജറേറ്റർ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എനിവേ നിങ്ങൾ ഈ ഒരു എക്സ്പ്രഷൻ ഈ പറഞ്ഞ കാര്യങ്ങളും തറവായിട്ട് പഠിച്ചോളാം. കാരണം സ്ഥിരമായിട്ട് ഇത് ഇതിൻ്റെ തിയറി പാർട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോബ്ലംസോ ചോദിക്കാറുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പോർഷൻ നോക്കാം. ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഒരു കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനായിരുന്നു അപ്ലൈ ചെയ്യുക? അതായത് ഈ ഒരു ഹീറ്റ് എൻജിൻസിനായിരുന്നു യൂഷ്വലി കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എങ്കിൽ, അതുപോലെ ഹീറ്റ് പമ്പിനും റെഫ്രിജറേറ്ററിനും ഗവേൺ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇത് എന്താണ് പറയുന്നത് നോക്കാം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് വിച്ച് വിൽ ഓപ്പറേറ്റ് ഇൻ എ സൈക്കിൾ വിൽ ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം കോൾഡ് ബോഡി ടു ഹോട്ട് ബോഡി വിത്തൗട്ട് എക്സ്റ്റേണൽ വർക്ക്. അതായത് ഇത്രേ പറയുന്നുള്ളൂ. നമുക്കറിയാം ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് സ്പോണ്ടൻസ് ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അതിന് യാതൊരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ആവശ്യമില്ല. എന്നാൽ എന്താണ്? കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സ്റ്റേണൽ ഡിവൈസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ വർക്ക് നമ്മൾ കൊടുത്താൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പം അതാണ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതായത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്ത്? കോൾഡ് ഫ്ലൂയിഡിൽ നിന്ന് കോൾഡ് റിസർവറിൽ നിന്ന് ഹോട്ട് റിസർവറിലേക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുള്ളത് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ വർക്ക് എന്നുള്ളത്. ഓൾറൈറ്റ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി തന്നെ മനസ്സിലാക്കി വെച്ചോളാം. ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാറുണ്ട് അടുക്ക്. ഓക്കെ, സോ ഈ ഒരു ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള PM2 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വരച്ചാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാകും. അപ്പം ഇവിടെ നടുവിൽ ഹീറ്റ് പമ്പ് അഥവാ റെഫ്രിജറേറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സർക്കിളായിട്ട് കൊടുത്തതെന്ന് വെച്ച് യാതൊരു പ്രശ്നവുമില്ല. നേരത്തെ ഒരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് കൊടുത്തത്. எனவே ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ ഇവിടെ എന്താണ്? കോൾഡ് റിസർവറിൽ നിന്ന് ഹോട്ട് റിസർവറിലേക്ക് നമ്മൾ വർക്കൊന്നും കൊടുക്കാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് ഇമ്പോസിബിൾ ആണെന്നാണ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അതൊരു രസകരമായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. An inventor claims to have developed an engine which gives an efficiency of 55 degrees Celsius, 55% when working under a source of 1000 Kelvin and a sink of 500 Kelvin. Check whether his claim is correct or not. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സയൻറ്റിസ്റ്റുകളോ അല്ലെങ്കിൽ റിസർച്ച് സ്റ്റുഡൻസോ ഒക്കെ ഒരു ഹീറ്റ് എഞ്ചിൻ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൻ്റെ എഫിഷ്യൻസി ഇത്ര ശതമാനമാണെന്ന് പറയും. ആൻഡ് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഡിഫറൻസോ അല്ലെങ്കിൽ അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റേറ്റൊക്കെ നമുക്ക് തരും. എന്നിട്ട് അതിൽ നിന്നും നമ്മളോട് അനലൈസ് ചെയ്തിട്ട് പറയും ഈ ഒരു ഇൻവെസ്റ്റിഗേറ്ററോ അല്ലെങ്കിൽ ഈ ഒരു സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ റിസർച്ച് സ്റ്റുഡൻറ്റോ ഒക്കെ പറയുന്ന ക്ലെയിംസ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ നോക്കേണ്ടത് ഇതിൻ്റെ കാർനോട്ട് എഫിഷ്യൻസി അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡിയബറ്റിക് പ്രോസസ് ആയിട്ട് അതിൻ്റെ എഫിഷ്യൻസി എത്രയാണെന്നുള്ളത് ആണ് നമ്മൾ നോക്കേണ്ടത്. അതായത് കാർനോട്ട് തെർമൽ എഫിഷ്യൻസി എത്രയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കിട്ടിയാൽ ആസ് യൂഷ്വൽ എന്താ ചെയ്യേണ്ടത്? ഫിഗർ വരച്ച് നോക്കുക ഈ പറഞ്ഞ ഡാറ്റാസ് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ എന്താണ്?
ഇവിടെ ഒരു സോഴ്സ് ഉണ്ട് അല്ലേ, സോഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ സോഴ്സ് തന്നെയാണ് എന്ത്, ഹോട്ട് റിസർവോയർ. ഓക്കെ, ഹോട്ട് റിസർവോയർ എന്ന് അറിഞ്ഞിരിക്കാം. അപ്പം ഈ ഒരു ഹോട്ട് റിസർവോയർ എത്രയാണ്, ഹോട്ട് റിസർവോയറിൽ എത്ര 1000 കെൽവിൻ ആണ് അല്ലേ, 1000 കെൽവിൻ ഹീറ്റിലാണ് നിൽക്കുന്നതെന്ന് കരുതുക. ഓക്കെ, ഇവിടെ എന്താണ്, ഒരു ഹീറ്റ് എഞ്ചിൻ ഉണ്ട്. ആൻഡ് കോൾഡ് റിസർവോയർ ഇല്ലെങ്കിൽ സിങ്ക്. ഓക്കെ, സിങ്ക് ഓർ കോൾഡ് റിസർവോയർ. ഇതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, ഈ കോൾഡ് റിസർവോയറിൻ്റെത് 500 കെൽവിൻ. ഓക്കെ, 500 കെൽവിൻ. സോ ഈ ഒരു ഹീറ്റ് എഞ്ചിൻ സം എമൗണ്ട് ഓഫ് വർക്ക് തരുന്നുണ്ടെന്ന് കരുതുക. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടുള്ള എഞ്ചിൻ 55% എഫിഷ്യൻസി തരുമോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ പറഞ്ഞ ടെമ്പറേച്ചർ റേഞ്ചസിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി തരിക എന്ത് എഞ്ചിനായിരിക്കും, കാർനോട്ട് എഞ്ചിനായിരിക്കും. ഓക്കെ, കാർനോട്ട് എഞ്ചിനായിരിക്കും. കാരണം അതാണ് ഒരു ഐഡിയൽ എഞ്ചിൻ അല്ലേ. അപ്പോൾ ആ ഒരു ഐഡിയൽ എഞ്ചിൻ തരുന്ന എഫിഷ്യൻസി ആയിരിക്കും പരമാവധി ഈ ഒരു ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു ഹീറ്റ് എഞ്ചിന് തരാൻ സാധിക്കുക. അതിനേക്കാൾ കൂടുതൽ ഒരിക്കലും തരാൻ സാധിക്കില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 55% ആണ് ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എഞ്ചിൻ തരാൻ എന്നുള്ളതാണ്. സോ നമുക്കത് കിട്ടുമല്ലേ എന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ഗിവൺ ഡാറ്റാസ് ആദ്യം എടുത്ത് എഴുതാം. ഗിവൺ എന്തൊക്കെയാണ് നമുക്ക് ഗിവൺ ആയിട്ട് തന്നിരിക്കുന്നത്, ഇവിടെ T1 എത്രയാണ്, T1 എന്ന് പറഞ്ഞാൽ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ബൈ 1000 കെൽവിൻ. ഓക്കെ, അതുപോലെ T2 എത്രയാണ്, 500 കെൽവിൻ അല്ലേ. നമുക്ക് തെർമൽ എഫിഷ്യൻസി കാണാനുള്ള എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. എന്താണ് തെർമൽ എഫിഷ്യൻസി കാണാനുള്ള എക്സ്പ്രഷൻ, വർക്ക് ഔട്ട്പുട്ട് ബൈ ഹീറ്റ് ഇൻപുട്ട് ആയിരുന്നു അല്ലേ. അതിൽ നിന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വന്നാൽ പിന്നെ ഇത് എന്താണ്, ഒരു കാർനോട്ട് സൈക്കിളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഫിഷ്യൻസിയെ ഒന്നെങ്കിൽ എന്താണ് Q1 മൈനസ് Q2 ബൈ Q1 എന്ന് എഴുതാമായിരുന്നു അല്ലേ. ഇതൊരു കാർനോട്ട് സൈക്കിൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് എഴുതാം, T1 മൈനസ് T2 ബൈ T1 എന്ന് എഴുതാം അല്ലേ. ഇതൊന്നും ചെയ്ത് നോക്കി എത്ര കിട്ടും, ദാറ്റ്സ് ഈക്വൽ ടു 1000 മൈനസ് 500 ഡിവൈഡഡ് ബൈ 1000 അല്ലേ. ഇത് ചെയ്താൽ നമുക്ക് എഫിഷ്യൻസി കിട്ടും 0.5 കിട്ടും. ഓവർ 50% ആണ് എന്ത് കിട്ടുക, പരമാവധി 50% ആണ് നമുക്ക് എന്ത് കിട്ടുക, എഫിഷ്യൻസി കിട്ടുക. അതായത് ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ലിമിറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഹീറ്റ് എഞ്ചിന് പരമാവധി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50% ആണ്. പക്ഷേ ഇവിടെ ഈ ഒരു ഇൻവെൻറ്റർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 55% ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ഒരു 55% എന്ന് പറഞ്ഞാൽ കാർനോട്ട് എഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു ഐഡിയൽ എഫിഷ്യൻസിനേക്കാളും കൂടുതലാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ക്ലെയിം തെറ്റാണ്. സോ നമുക്ക് എന്ത് പറയാം, ദി ഇൻവെൻറ്റർ ഈസ് ടെല്ലിംഗ് ലൈ. ഓക്കെ, ദി ഇൻവെൻറ്റർ ഈസ് ടെല്ലിംഗ് ലൈ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം മനസ്സിലായിക്കോളെ, ജസ്റ്റ് കാർനോട്ട് എഫിഷ്യൻസി കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇതിപ്പോൾ ഹീറ്റ് എഞ്ചിനാണ് ചോദിച്ചത്, ചിലപ്പം ഹീറ്റ് പമ്പോ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെയും ഈ സെയിം ലോജിക്ക് യൂസ് ചെയ്താൽ മതി. ഓൾ റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കോൾഡ് സ്റ്റോറേജ് ഈസ് ടു ബി മെയിൻറ്റെയിൻഡ് അറ്റ് -5 ഡിഗ്രി സെൽഷ്യസ് while the surroundings are 35 degrees Celsius. The heat leakage from the surrounding into cold storage is estimated to be 29 kilowatt. The actual COP of the refrigerator plant is 1/3 of an ideal plant working between the same temperature. Find the power required to drive the plant. അപ്പോൾ ഇവിടെ ഒരു റെഫ്രിജറേറ്റർ പ്ലാന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ഫൈനലി കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്, അതായത് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു റെഫ്രിജറേറ്ററിൻ്റെ എത്രത്തോളം പവർ ഇൻപുട്ടായിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ആദ്യം എന്താണ്, ഹീറ്റ് എഞ്ചിൻ ആണെങ്കിൽ ഹീറ്റ് എഞ്ചിൻ, അതുപോലെ അതെല്ലാം ഇനിയിപ്പോൾ ഹീറ്റ് പമ്പോ റെഫ്രിജറേറ്റർ ആണെങ്കിൽ അതിൻ്റെ ഫിഗർ ആദ്യം വരച്ച് വെക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ജോലി. സോ അത് ആദ്യം നമുക്ക് ചെയ്യാം. ഇവിടെ പറഞ്ഞത് പ്രകാരം എന്താണ്, ഒരു റിസർവോയർ ഉണ്ട് അല്ലേ, കോൾഡ് റിസർവോയർ ഉണ്ട്. ആൻഡ് ഈ ഒരു കോൾഡിൽ എത്രയാണ്, -5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ ടെമ്പറേച്ചർ അല്ലേ. ഇനി ഈ ഒരു -5 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ടത് അല്ലേ. സോ ഈ ഒരു -5 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്ത് വേണം, നമ്മളൊരു റെഫ്രിജറേറ്റർ കൊടുക്കണം. ആൻഡ് അതിൽ എന്താണ്, ഒരു വർക്ക് ഇൻപുട്ട് കൊടുക്കണം. ആ ഒരു വർക്ക് ഇൻപുട്ടാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഈ ഒരു എത്ര ടെമ്പറേച്ചറാണ്, സറൗണ്ടിങ് ടെമ്പറേച്ചറാണ് നമ്മളെന്ത്, ഹോട്ട് റിസർവോയർ. ആൻഡ് അതെന്ന് പറഞ്ഞാൽ എത്രയാണ്, 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ദി ഹീറ്റ് ലീക്കേജ് ഫ്രം ദി സറൗണ്ടിങ് ഇൻ ടു കോൾഡ് സ്റ്റോറേജ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി 29 കിലോവാട്ട്.
അതായത് മേ ബി ഈ ഒരു കോൾഡ് സ്റ്റോറേജിന് എന്തെങ്കിലും ഇൻസുലേഷനിലുള്ള ഫോൾട്ട് കാരണം എന്തെങ്കിലും ലീക്ക് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ എനിക്കിവിടെ -5 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ലീക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന ഹീറ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് അബ്സോർബ് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് ഇവിടെ -5 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ഹീറ്റിനെ എനിക്ക് 29 കിലോവാട്ട് ഹീറ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, സോ ഞാൻ അവിടെ ആ ഹീറ്റിനെ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇവിടെ എനിക്ക് എന്താണ് 29 കിലോവാട്ട് ഹീറ്റ് ഉണ്ട്. ഓക്കെ, 29 കിലോവാട്ട് ഹീറ്റിനെ കണ്ടിന്യൂസ്ലി എനിക്ക് അവിടുന്ന് അബ്സോർബ് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് -5 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ദി ആക്ച്വൽ COP ഓഫ് റെഫ്രിജറേറ്റർ പ്ലാന്റ് ഈസ് 1/3 ഓഫ് എൻ ഐഡിയൽ പ്ലാന്റ് വർക്കിംഗ് ബിറ്റ്വീൻ ദി സെയിം ടെമ്പറേച്ചർ. അതായത് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ നിന്ന് ഒരു കാര്യം കൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് COP, അതായത് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ ആക്ച്വൽ റെഫ്രിജറേറ്റർ പ്ലാന്റ്, അതായത് COP ഓഫ് ആക്ച്വൽ എഴുതുന്നുള്ളൂ, കാരണം റെഫ്രിജറേറ്റർ പ്ലാന്റ് ഞാൻ എഴുതുന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. 1/3, അതായത് COP ഓഫ് ആക്ച്വൽ ഈക്വൽ ടു 1/3 ടൈംസ് ഓഫ് COP ഓഫ് ഐഡിയൽ പ്ലാന്റ് ആണ്. ഓക്കെ, COP ഓഫ് ഐഡിയൽ പ്ലാന്റ് ആണ്. ആ കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കോളുക. COP ഓഫ് ഐഡിയൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ എത്രത്തോളം ആണെന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ഡാറ്റ ആയിട്ട് തന്നിട്ടുണ്ട്. സോ ആ ഗിവൺ ഡാറ്റാസും കൂടി ഞാൻ ഇവിടേക്ക് എടുത്ത് എഴുതുകയാണ്. പിന്നെ നമ്മൾ ഫിഗറിൽ മാത്രമാണല്ലോ മാർക്ക് ചെയ്തത്. ഗിവൺ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്? ഹോട്ട് റിസർവോറിൻ്റെ ടെമ്പറേച്ചർ അത് നമ്മൾ T1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ T1 എത്രയാണ്? ഗിവൺ T1 ഈക്വൽ ടു എത്രയാണ്? 35 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ അതിനെ കെൽവിനിലേക്ക് എടുക്കുകയാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എല്ലാ വാല്യൂസും നമ്മൾ കെൽവിനിൽ എടുക്കണം. ഡിഗ്രി സെൽഷ്യസിൽ എടുത്താൽ തെറ്റായിരിക്കും കിട്ടുക. ഓക്കെ, അതുകൊണ്ട് തന്നെ കെൽവിനിലേക്ക് ആക്കിക്കോളാം, ശ്രദ്ധിച്ചോളാം. ക്വസ്റ്റ്യനിൽ മേ ബി നിങ്ങൾക്ക് തരേണ്ടിയിരിക്കും ഡിഗ്രി സെൽഷ്യസിലായിരിക്കും, അത് കെൽവിനിലേക്ക് മാറ്റണം. ആൻഡ് ഞാൻ T1 അതായത് ഹോട്ട് റിസർവോറിനെ കെൽവിനിലേക്ക് ആക്കിയാൽ 308 കെൽവിൻ കിട്ടും. നെക്സ്റ്റ് T2 ആണ്. T2 ഈക്വൽ ടു -5 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. അതിനെ കെൽവിനിലേക്ക് ആക്കുമ്പോൾ 268 കെൽവിനും കിട്ടും അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഈ തന്ന ഡാറ്റ വെച്ചിട്ട് എനിക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഐഡിയൽ COP കണ്ടുപിടിക്കണം. സോ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. COP ഐഡിയൽ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റർ ഈക്വൽ ടു എന്തായിരുന്നു? ഡിസൈഡ്, എവിടെയാണെങ്കിലും ഹീറ്റ് പമ്പ് ആണെങ്കിലും റെഫ്രിജറേറ്റർ ആണെങ്കിലും ഈ സെയിം എക്സ്പ്രഷൻ തന്നെയാണ്. ഡിസൈഡ് എഫക്ട് ബൈ വർക്ക് ഇൻപുട്ട്. ഓക്കെ, വർക്ക് ഇൻപുട്ട്. അപ്പോൾ ഇവിടെ ഡിസൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു -5 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ 2 ഇക്വേഷൻസ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു 2 ഇക്വേഷൻസ്? ഒന്നെങ്കിൽ നമുക്ക് Q2/Q1 - Q2 എന്ന് എഴുതാം അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ T2/T1 - T2 എന്ന് എടുക്കാം അല്ലേ. ഇതിൽ ഏത് ഇക്വേഷനാണ് നമ്മൾ എടുക്കുക? ഈ ഐഡിയൽ COP കാണാൻ Q2/Q1 - Q2 എടുക്കുക, അതോ T2/T1 - T2 ആണ് എടുക്കുക. ഇവിടെ നമുക്ക് എടുക്കാൻ ഏറ്റവും സുഖം എന്താണ്? T1, അതായത് T2/T1 - T2 ആണ്. കാരണം എന്താണ്? ഇവിടെ നമുക്ക് ആകെ അറിയാം Q2 മാത്രമാണ് അറിയാം. Q1 അറിയോ? ഇല്ല. ഇവിടെ അല്ലേ, ഇവിടെ Q2 മാത്രമേ നമുക്കറിയാം. Q1 അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ടെമ്പറേച്ചറിൻ്റെ ടേം വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുക? COP കണ്ടുപിടിക്കുക. ഓക്കെ, സോ അത് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുക? T2 ഈ ഒരു കാര്യമാണ് ഞാൻ എടുക്കുന്നത്. T2/T1 - T2. T2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 268 ഡിവൈഡഡ് ബൈ 308 minus 268 and that is equal to 6.7. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6.7 ആണ് ഐഡിയൽ COP എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ആക്ച്വൽ സൈക്കിളിൻ്റെ വർക്ക് ഇൻപുട്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്ക് ആക്ച്വൽ ഇപ്പോൾ ഐഡിയൽ COP ആണ് കിട്ടി. ഇനി ആക്ച്വൽ COP കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പ്രഷൻ തൊട്ടും ഇല്ലെങ്കിൽ ഹിൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ആക്ച്വൽ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് COP ആക്ച്വൽ, ഞാൻ ഒന്നുകൂടെ ഇവിടെ എടുത്ത് ചെയ്താണ്, 1/3 ടൈംസ് COP ഐഡിയലാണ് അല്ലേ. ഐഡിയലാണ്. ദാറ്റ്സ് ഇക്വൽ ടു COP ഐഡിയൽ നമുക്ക് ഇപ്പം കിട്ടിയിട്ടുള്ളൂ. എത്രയാണ്? 1.3 × 6.7 അല്ലേ. സോ അത് ചെയ്ത് എത്ര കിട്ടും? 2.233 എന്ന് കിട്ടും. സോ കിട്ടിയ ആ ആക്ച്വൽ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റിയതാണ്. ആക്ച്വൽ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഈസ് ഗിവൺ ബൈ 2.233 ആണ്. അതുപോലെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ അറിയാം. എന്ത്? ആക്ച്വൽ COP ഈക്വൽ ടു, അത് കാണാനുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? ആക്ച്വൽ COP ഈക്വൽ ടു ഡിസൈഡ് എഫക്ട് ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട്. ഇങ്ങനെ എഴുതിക്കൂടെ നമുക്ക് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ്? വർക്ക് ഇൻപുട്ടാണ് കാണേണ്ടത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്താൽ
വർക്ക് ഇൻപുട്ട് ഈക്വൽ ടു എന്താണ് Q2/COP ആക്ച്വൽ എന്ന് എഴുതാം. ഇതിലെല്ലാ കാര്യങ്ങളും നമുക്കറിയില്ലേ, Q2 എന്താണ് 29 ആണെന്നറിയാം അല്ലേ. അതുപോലെ COP ആക്ച്വൽ COP എത്രയാണ് 2.233 എന്നറിയാം. ആൻഡ് ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വർക്ക് ഇൻപുട്ട് ഈക്വൽ ടു 12.98 കിലോവാട്ട് എന്ന് കിട്ടും. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായ കുട്ടിക്ക് തീർച്ചയായും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല നിങ്ങൾ ബൈ ഹാർട്ടാണ് പണ്ട് മുതലേ Q2/Q1 മൈനസ് Q2 Q1/Q1 മൈനസ് Q2 എന്നുള്ള ബൈ ഹാർട്ട് പഠിച്ചു പോയാൽ ഇത് വളരെ ഡിഫിക്കൽട്ട് ആവും. കാരണം ചില ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ Q1 Q2 എടുത്തത് Q2 അങ്ങോട്ട് തല തിരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a Carnot engine working between 400 degrees Celsius and 40 degrees Celsius produces 130 kilojoule of work. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിൻ ദി തെർമൽ എഫിഷ്യൻസി ആൻഡ് സെക്കൻഡ് ഹീറ്റ് ആഡഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഹീറ്റ് എഞ്ചിൻ അല്ലെങ്കിൽ ഹീറ്റ് പമ്പിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ആണെങ്കിൽ ആദ്യം ഇവർ ഈ പറഞ്ഞ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഹീറ്റ് എഞ്ചിൻ കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ഹോട്ട് റിസർവോയർ ഉണ്ട് അല്ലേ. ഈ ഒരു ഹോട്ട് റിസർവോയറിൻ്റെ ടെമ്പറേച്ചർ ആണെന്ത് 400 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് അതെന്താണ്, ആ ഒരു നേരെ 400 ഡിഗ്രി സെൽഷ്യസ് നേരെ എന്ത് ചെയ്യുന്നു, ആ ഹീറ്റ് വെച്ചിട്ട് നമ്മൾ ഹീറ്റ് എഞ്ചിനിലേക്ക് കൊടുക്കുന്നു അല്ലേ. ആ ഒരു ഹീറ്റ് എഞ്ചിൻ ആണെങ്കിൽ എന്താണ് 130 കിലോ ജൂൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞേ അല്ലേ. ബാക്കി ഹീറ്റ് എന്താണ്, ഡയറക്ഷൻ എന്താണ് Q1 Q2. ബാക്കി എമൗണ്ട് ഓഫ് ഹീറ്റ് എന്താണ് സറൗണ്ടിങ്ങിലേക്ക് റിജക്റ്റ് ചെയ്യണം. സറൗണ്ടിങ്ങിലെ ടെമ്പറേച്ചർ ആണെങ്കിൽ എത്രയാണ് 40 ഡിഗ്രി സെൽഷ്യസുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, തെർമൽ എഫിഷ്യൻസി എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എന്താണ് തെർമൽ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ? അതിന് മുന്നേ നമുക്ക് ഇവിടെ ഗിവൺ ഡാറ്റാസ് ഒന്നും കൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കാം, എന്നാൽ ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഗിവൺ എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റ ആയിട്ട് തന്നിരിക്കുന്നത്? ഹോട്ട് റിസർവോറിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് 400 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ സിങ്ക് അല്ലെങ്കിൽ കോൾഡ് റിസർവോറിൻ്റെ ടെമ്പറേച്ചറാണ് 40. ഓക്കെ, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇവിടെ ഡിഗ്രി സെൽഷ്യസിനെ മാറ്റിയിട്ട് കെൽവിനിലേക്കാക്കി എഴുതാണ്. കാരണം അത് ശീലിക്കണം നിങ്ങൾ, ഇല്ലാന്നുണ്ടെങ്കിൽ തെറ്റും, ഡിഗ്രി സെൽഷ്യസിൽ എടുത്താൽ തെറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ T1 ഞാൻ ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കിയാൽ 673 കെൽവിൻ കിട്ടും. അതുപോലെ T2 ഞാൻ കെൽവിനിലേക്ക് ആക്കിയാൽ ഏകദേശം എത്ര കിട്ടും 313 കെൽവിൻ കിട്ടും. ആൻഡ് വർക്ക് ഔട്ട്പുട്ട് എത്രയാണ് 130 കിലോ ജൂൾ. ഇത്രയും കാര്യങ്ങൾ ഗിവൺ ഡാറ്റ തന്നെ തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം തെർമൽ എഫിഷ്യൻസി കാണാനുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു, ഈക്വൽ ടു ഇവിടെ ടെമ്പറേച്ചറിൻ്റെ ടേംസിൽ ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആണത് T1 മൈനസ് T2/T1 അല്ലേ. സോ ദാറ്റ്സ് ഈക്വൽ ടു 673 മൈനസ് 313 ഡിവൈഡ് ബൈ 673 അല്ലേ. ഇത് ചെയ്താൽ നമുക്ക് ഏകദേശം 0.535 എന്ന് കിട്ടും. ഓർ തെർമൽ എഫിഷ്യൻസി ഈക്വൽ ടു 53.5% എന്ന് കിട്ടി. ഓക്കെ, 53.5. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഹീറ്റ് ആഡഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഹീറ്റ് ആഡഡ്, അപ്പം ഹീറ്റ് ആഡഡ് എന്ന് പറഞ്ഞാൽ Q1 ആണ് അല്ലേ. ഹീറ്റ് ആഡഡ് Q1. സോ അത് കാണാനുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? അപ്പോൾ അതിന് എന്ത് ചെയ്യണം, നമ്മൾ ആ തെർമൽ എഫിഷ്യൻസിൻ്റെ എക്സ്പ്രഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതാം. എന്തായിരുന്നു തെർമൽ എഫിഷ്യൻസിൻ്റെ എക്സ്പ്രഷൻ? തെർമൽ എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ വർക്ക് ഔട്ട്പുട്ട് ബൈ ഹീറ്റ് ഇൻപുട്ട് അല്ലെങ്കിൽ ഹീറ്റ് ആഡഡ് ഇല്ലെങ്കിൽ ഹീറ്റ് ഇൻപുട്ട് എന്ത് വേണമെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ് W നെറ്റ് എന്നോ W ഇൻ ഔട്ട് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, W ഔട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് ആഡഡ് Q1 അല്ലേ. അതായത് 130/Q1 ഈക്വൽ ടു എത്രയാണ്, തെർമൽ എഫിഷ്യൻസി നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ എത്രയാണ് 0.535 ആണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്താം, ഇംപ്ലൈസ് Q1 ഈക്വൽ ടു 130 ഡിവൈഡഡ് ബൈ 0.535 ആണ് അല്ലേ. ഇത് ചെയ്താൽ നമുക്ക് ഏകദേശം 243 കിലോ ജൂൾ വർക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയുടെ താഴത്തെ കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ.